ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു എച്ച് ടി എം എല്ലിലേക്ക് മൾട്ടിമീഡിയ ഫയൽസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്. മൾട്ടിമീഡിയ ഫയൽസ് എന്ന് പറയുമ്പം അതൊരു വീഡിയോ ഫയലാകാം, അല്ലെങ്കിൽ ഒരു ഓഡിയോ ഫയലാകാം. അപ്പം ഈ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഫയൽസിനെയാണ് നമ്മൾ മൾട്ടിമീഡിയ ഫയൽസ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് വേണ്ട ഓഡിയോ ഫയൽസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ ഒരു ഓഡിയോ ഫയൽ എങ്കിലും ഉണ്ടായിരിക്കണം. പേജ് നമ്പർ 103 എങ്ങനെയാണ് HTML-നകത്ത് ഓഡിയോ ഫയൽസ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് കൊടുത്തേക്കുന്നത്. ഓഡിയോ ഫയൽസ് എന്ന് പറയുന്നത് മെനി ഫോർമാറ്റ്സ് കാണും. ഒന്നെങ്കിൽ .wav അല്ലെങ്കിൽ .cda, .mp3, .flac, .ogg ഇതൊക്കെ ഓഡിയോ ഫയൽസാണ്. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് അനുസരിച്ചാണ് ടാഗ് മോഡിഫൈഡ് ചെയ്യേണ്ടത്. ടാഗ് എന്ന് പറയുമ്പം സൗണ്ട് സോഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെയാണ് ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓഡിയോ ഫയൽസ് ആഡ് ചെയ്യാൻ വേണ്ടി HTML ഉപയോഗിക്കുന്ന ടാഗാണ് BG Sound SRC എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ഒരു MP3 ഫയലാണ്. 1.mp3 എന്നാണ് ആ ഫയലിൻ്റെ നെയിം. ഇപ്പം ലൂപ്പ് =3 എന്ന് പറയുമ്പം നമുക്ക് ഈ ട്രാക്ക് 3 പ്രാവശ്യം നമ്മൾ കൊടുത്തേക്കുന്ന ഓഡിയോ ഫയൽ 3 പ്രാവശ്യം പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പ് 3 കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഫയൽസും HTML-ൽ ആഡ് ചെയ്യാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് dyn_scr എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പം നമ്മൾ imgക്കകത്ത് dyn_src എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വീഡിയോ ഫോർമാറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. The video file can be named as video as it is in MPG format. അപ്പം വീഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് വീഡിയോ ഫോർമാറ്റ് ആവുന്നത് MPG ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം വീഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് കാണും. അപ്പം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോ ഫോർമാറ്റ് കൊടുക്കേണ്ടതുണ്ട്. Alternatively, we use embed src = 1, 2, 3 and embed src = video.mp3. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡിയോയും വീഡിയോ ഫയൽസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. embed src = 1.mp3 എന്ന് പറയുമ്പോൾ MP3 ഫയൽ ഓഡിയോ ഫയലാണ്. embed src = video.mpg എന്ന് പറയുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് വീഡിയോ ഫയൽസ് ആണത്. സം ബ്രൗസേഴ്സ് may not support certain file types in audio and video. അപ്പം നമ്മുടെ ചില ബ്രൗസേഴ്സ് ഓഡിയോ അല്ലെങ്കിൽ ചില വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് പഠിച്ചു. ഇനി നമുക്ക് ഫോംസ് എന്താണെന്ന് നോക്കാം. ഫോം ഈസ് യൂസ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം യൂസേഴ്സ്. അപ്പം നമ്മുടെ യൂസേഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് HTML ഫോം പ്രൊവൈഡ് ഡേറ്റ ഗ്യാതറിംഗ് ഫങ്ഷനിൽ വിത്ത് എ ഗ്രേറ്റ്ലി എൻഹാൻസ് ഇസ് യൂട്ടിലിറ്റി. ദ ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് HTML ഫോം ഈസ് as follows. HTML ഫോമിന് ഒരു സിൻടാക്സ് ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ ആദ്യമേ ഫോം എന്ന് പറയുന്ന ഫോം ബിഗിൻ ചെയ്യാനുള്ള ഒരു ടാഗ് കാണും. അതുപോലെ തന്നെ ടാഗ് /ഫോം എന്ന് പറയുമ്പോൾ ആ ഫോമിനെ എൻഡ് ചെയ്യിക്കാനുള്ള ഒരു ടാഗ് കാണും. അതുപോലെ തന്നെ നടുക്ക് കാണുന്ന ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ടൈപ്പിലുള്ള ഇൻപുട്ടാണോ വേണ്ടത്, ടെക്സ്റ്റോ പാസ്വേഡോ അങ്ങനെ ഏത് ടൈപ്പിലുള്ള ഇൻപുട്ടാണോ വേണ്ടത് എന്ന് സൂചിപ്പിക്കാനുള്ളതാണ് ടാഗ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഒരു ഇൻപുട്ടാണ്. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് വേറൊരു ഇൻപുട്ടാണ്. ഇവിടെ പേജ് നമ്പർ 104 തന്നേക്കുന്നത് ഒരു ഫോമിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ മാത്രമാണ് തന്നേക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് ഒരു ആട്രിബ്യൂട്ട് ഇൻപുട്ടായ
ടെക്സ്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നാണ് പേജ് നമ്പർ 105 കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ഫോമിനകത്ത് ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു ടെക്സ്റ്റ്, നമ്മൾ ടെക്സ്റ്റ് രൂപത്തിലുള്ള ഇൻപുട്ടുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പം ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിനെയൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഇൻപുട്ടിന് ഒരു നെയിം കൊടുക്കണം. ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നതിൻ്റെ നെയിം ഇവിടെ അഡ്രസ്സ് ആക്കാനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള വാല്യൂ ആണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നെയിം ഈസ് ഈക്വൽ ടു അഡ്രസ്സ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. When the user types in address, it will become input values and be paired with the input's name, and the end result after processing will be name is equal to value pair if we want to type in value. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് 106 വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഈ HTML ഫയൽ റൺ ചെയ്യുമ്പോഴത്തേനും 1 2 3 കൊടുത്തേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ ടെക്സ്റ്റിനകത്ത് കാണും. നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തായിരുന്നു. അപ്പം ടെക്സ്റ്റ് ബോക്സിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ കാണും. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒരു നെയിം കൊടുത്തു, അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഇൻപുട്ട് ടൈപ്പാണ് കൊടുക്കുന്നത്, ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻപുട്ടിനകത്ത് ആ ടെക്സ്റ്റ് ബോക്സിനകത്ത് നമ്മൾ ഇപ്പോൾ കൊടുത്തേക്കുന്ന വാല്യൂ ഓൾറെഡി പ്രിൻ്റായിട്ട് വരും. ദിസ് വിൽ ഓട്ടോമാറ്റിക്കലി പെയർ ദ വാല്യൂ 1 2 3 ബേക്കർ ജംഗ്ഷൻ. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന 1 2 3 ബേക്കർ ജംഗ്ഷൻ എന്ന് പറയുന്ന ആ വാല്യൂ ഇത് റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരും വിത്ത് ദ നെയിം അഡ്രസ്. അൺലെസ് യൂസർ ക്യാൻ ചേഞ്ച് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ബി ഷുവർ യൂസ് കോഡ്സ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. വി ക്യാൻ സ്പെസിഫൈ ദ സൈസ് ഓഫ് ദ ടെക്സ്റ്റ് ഇൻപുട്ട് ബോക്സ്. അതുപോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ആട്രിബ്യൂട്ടാണ് സൈസ്. അപ്പം നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിന് വേണമെങ്കിൽ സൈസും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആ സൈസ് കൊടുത്തേക്കുന്ന വാല്യൂ മാത്രമേ ഈ ടെക്സ്റ്റിനകത്തോട്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. As you can see, the default value is 20. You probably already know. By the way, the default value is the value that the browser assumes if you have not told it otherwise. അപ്പം ഒരു ഡീഫോൾട്ടായിട്ട് ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. അപ്പം നമ്മളിപ്പം സൈസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കമ്പൈലർ, നമ്മുടെ ബ്രൗസർ തീരുമാനിക്കും 20 സൈസ് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒരു മാക്സിമം ലെങ്ത് 10 എടുത്ത് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റിൻ്റെ മാക്സിമം ലെങ്ത് ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്ന പോലെ മാക്സിമം ലെങ്ത് 10 എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ 10 ക്യാരക്ടർ മാത്രമേ എടുക്കത്തുള്ളൂ. 11ാമത്തെ ക്യാരക്ടർ അലൗഡ് അല്ല. സൈസ് 30 ഉണ്ട്, പക്ഷേ മാക്സിമം ലെങ്ത് 10 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 കൂടുതലുള്ള വാല്യൂസ് ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇനി നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു, അതൊരു ഇൻപുട്ട് ഫോമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത ഇൻപുട്ട് ടൈപ്പാണ് പാസ്വേഡ്. Very similar to the type text is the type password. It is exactly the same except it displays star instead of actual input. അപ്പം ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടു പാസ്വേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് പോലെ തന്നെയാണ്, പക്ഷേ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് സ്റ്റാർ ആയിട്ടായിരിക്കും അല്ലേ. നമ്മുടെ പാസ്വേഡിനൊക്കെ സാധാരണ സ്റ്റാർ അല്ലേ. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് പാസ്വേഡ് എന്ന് പറയുന്ന ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് സ്റ്റാർ ആയിരിക്കും.
അതുപോലെ തന്നെ നമ്മുടെ ഇൻപുട്ടിന് ഒരു നെയിം കൊടുക്കാം. നമ്മൾ ടൈപ്പ് കൊടുത്തേക്കുന്ന പാസ്വേഡാണ്, അതുകൊണ്ട് നെയിം എന്ന് പറയുന്നത് യൂസർ പാസ്വേഡ് എന്ന് നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത ഒരു ഇൻപുട്ട് ഓപ്ഷനാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പം റേഡിയോ ബട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ ടിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഫോം എടുത്തു കഴിഞ്ഞാലും ഏത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വന്നാലും ഇങ്ങനെ റേഡിയോ ബട്ടൺസ് കാണാം. അപ്പം അതിനുവേണ്ടി നമ്മൾ നമ്മളൊരു HTML എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിസൈനിങ് അല്ലേ, പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇൻപുട്ടിൻ്റെ ടൈപ്പ് എന്ന് പറയുന്ന റേഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ ബട്ടൺസ് ആ ടൈപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഫോമിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ തന്നേക്കുന്ന എക്സാമ്പിളിനകത്ത് ഇൻപുട്ട് ടൈപ്പ് = റേഡിയോ എന്നാണ് പറഞ്ഞേക്കുന്നത്. നെയിം എന്ന് പറയുന്നത് ബെസ്റ്റ് ആൻസർ. അപ്പം ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻപുട്ട് ടൈപ്പായ റേഡിയോ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവിടെ 3 ഇൻപുട്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് 3 റേഡിയോ ബട്ടൺസ് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. The entire radio button will appear in row horizontally. We will make it vertical. Insert a couple line breaks. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ റേഡിയോ ബട്ടൺ ഹൊറിസോണ്ടൽ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. നമുക്കിത് വേണമെങ്കിൽ വെർട്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ലൈൻ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു BR എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൈനിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. അപ്പം നമുക്ക് ഈ ഇൻപുട്ട് ടൈപ്പ് = റേഡിയോ, നെയിം = ബെസ്റ്റ് ആൻസർ കഴിഞ്ഞ് BR കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് താഴെ പ്രിൻ്റ് ചെയ്ത് വരും. അപ്പം നമുക്ക് ഈ റേഡിയോ ബട്ടൺ വേണമെങ്കിൽ വാല്യൂസ് കൊടുക്കാം. വാല്യൂസ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന നെയിം ബെസ്റ്റ് ആൻസർ. അപ്പം ബെസ്റ്റ് ആൻസറിന് വാല്യൂ A ആകാം, B ആകാം, C ആകാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ ബട്ടണ് ഒരു വാല്യൂ കൊടുക്കുന്ന പോലെയായി. പേജ് നമ്പർ 109 നമ്മുടെ റേഡിയോ ബട്ടണിന് വാല്യൂ കൊടുത്തേക്കുന്ന പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഒരു ടൈപ്പാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് ബോക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒന്നോ അതിൽ കൂടുതലോ ഓപ്ഷൻ ഉള്ളപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ചെക്ക് ബോക്സസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെക്ക് ബോക്സ് വരാൻ വേണ്ടി നമ്മുടെ ഫോമിനകത്ത് ചെക്ക് ബോക്സ് വരാൻ വേണ്ടി കൊടുക്കുന്ന ടൈപ്പാണ് ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക്രിയേറ്റീവ് മൾട്ടിപ്പിൾ ചെക്ക് ബോക്സ് വേണമെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിനകത്ത് ചെക്ക് ബോക്സ് കൊടുക്കണം. ഇതിനകത്ത് വാല്യൂ S എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻ അവർ ഫോം ഈച്ച് ചെക്ക് ബോക്സ് ഗെറ്റ് ദ സെയിം വാല്യൂ. ഇപ്പോൾ നമ്മളുടെ ഇതിനകത്ത് അതിനകത്ത് സെയിം വാല്യൂവേ കിട്ടത്തുള്ളൂ. വിത്ത് ചെക്ക് ബോക്സസ് നെയിം ചേഞ്ച്ഡ് ദ വാല്യൂ മേ സ്റ്റേ ദ സെയിം ഓർ മേ ബി ഡിഫറെൻറ്റ്. യു ക്യാൻ ഹാവ് മെനി ചെക്ക് ബോക്സസ് ആസ് യു ലൈക്ക് ഇൻ ഫോം. ലെറ്റ്സ് ലേബൽ ഈച്ച് ചെക്ക് ബോക്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ബോക്സിൻ്റെ വാല്യൂ വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എക്സാമ്പിളിനകത്ത് നമ്മൾ കോളേജ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. CMS, SB, BCM കോളേജ് എന്ന് പറയുന്നത്. നമ്മൾ ചെക്ക് ബോക്സ് പറഞ്ഞു നമുക്ക് ഒന്നോ അതിൽ കൂടുതലോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പുൾ ഡൗൺ ലിസ്റ്റിനകത്ത് നമ്മുടെ ഇൻപുട്ടിനെ ടൈപ്പ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന വേറൊരു ടൈപ്പാണ് പുൾ ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 111 പറഞ്ഞിരിക്കുന്നത്. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഈസ് എ പുൾ ഡൗൺ ലിസ്റ്റ് വിച്ച് this type you use select instead of input and as long as closing that let's make one. അപ്പം നമ്മൾ ഇതിനകത്ത് നമുക്ക് പുൾ ഡൗൺ ലിസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് അല്ല യൂസ് ചെയ്യുന്നത്, സെലക്ട് എന്ന് പറയുന്ന ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
ടാഗ് സെലക്ട്, ടാഗ് /സെലക്ട്. അപ്പോൾ സെലക്ടിൻ്റെ നെയിം കൊടുത്തേക്കുന്ന ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ CMSSഉം രണ്ടാമത്തേത് SBയും മൂന്നാമത്തെ ഓപ്ഷൻ BCMഉം ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ ടാഗ് ഫോമിനകത്ത് ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനുള്ള ഒരു സെലക്ട് എന്ന് പറയുന്ന ടാഗ് വേണം. അതിൻ്റെ ഉള്ളിൽ 3 ഓപ്ഷൻ കൊടുക്കുന്നതിനുള്ള 3 വാല്യൂ ഓപ്ഷൻ, CMS, SB, BCM ഈ 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പുൾ ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് കണ്ടത് ബേസിക്കായിട്ട് ഫോമിനകത്ത് നമ്മൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൺട്രോൾസിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതുപോലെ തന്നെ ഒരു HTML ഫയലിനകത്ത് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നും ഇന്ന് കണ്ടു. ഇനി അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.